ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ബ്രഹ്മാസ്ത്രമോ? എന്താണത്? അത് ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയായിരിക്കും മോളെ. നീ നോക്കിക്കോ, നിനക്കറിയാമല്ലോ നാളെ മഹാ അമാവാസിയാണ്. 1000 പൗർണമികളിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. നാളത്തെ ദിവസം ആരുടെ കയ്യിലാണോ ഇന്ദ്രനീലം ഉണ്ടായിരിക്കുക, അവർ ഒരിക്കലും മരിക്കാത്തവരായി മാറും, മരണമില്ലാത്തവരായി മാറും. ഇപ്പൊ നമ്മുടെ പക്കലാണ് ആ ഇന്ദ്രനീലം. നാളെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെടാതിരുന്നാൽ പിന്നെ നമ്മൾ മരണമില്ലാത്തവരായി മാറും മോളെ. നാളത്തെ ദിവസം ഒരു മഹാപൂജ കൂടി നമ്മൾ നടത്തണം. ആ മഹാപൂജയിലൂടെ നമുക്ക് ആ ഇന്ദ്രനീലം സ്വന്തമായി മാറും. നാളത്തെ ദിവസം നീ ഈ ഗുഹയിൽ നിന്നും യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ പുറത്തുപോയി ശരിയാക്കും. ഈ ഗുഹയുടെ പുറത്തായിരിക്കും പൂജ നടക്കുക. ആ പൂജയുടെ അവസാനത്തിൽ നമ്മൾ ചിരഞ്ജീവികളായി മാറും. പിന്നെ ആ മഹാമത്സരാണിയുടെയും ശേഷ മത്സ്യകന്യകയുടെയും മരണമായിരിക്കും. ഇത്രയും പറഞ്ഞ് മെഹക്കും സീമയും പൊട്ടിച്ചിരിച്ചു. ഇതേസമയം തങ്ങളുടെ കുഞ്ഞായ പ്രാർത്ഥനയെ ഋഷിയും പ്രതയും അനാഥാലയത്തിൽ നിന്നും തിരികെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയതോർത്ത് ഋഷിക്കും പ്രതയ്ക്കും സന്തോഷമാണ്. മേഘയും പ്രതയും ഋഷിയും മാന്യതയും യാഷ്ലിയും എല്ലാം പടപ്പുറപ്പാടിലാണ്. അവസാന പടപ്പുറപ്പാടിൽ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയാണ് അവരെല്ലാവരും. ഇതേസമയം ഗുഹയിൽ നിൽക്കുന്ന മെഹക് സീമയോടായി ചോദിച്ചു, അല്ല അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മത്സ്യറാണി അമ്മയുടെ മകനായ ഋഷി എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് മത്സ്യമായി മാറിയില്ല? അമ്മ ആ കാര്യം എന്നോട് പോലും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. സീമ ഒരു നിമിഷം ചിരിച്ചു. മോളെ, ഋഷിയുടെ കൈമുട്ടിന് മുകളിലായി ഞാനൊരു ചരട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ ചരട് കയ്യിലുള്ളിടത്തോളം കാലം ഋഷി ഒരു മത്സ്യമായി മാറില്ല. ഓരോ വർഷം കഴിയും തോറും ആ ചരട് പൊട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവന്റെ ചരടുകൾ മാറ്റി മാറ്റി കെട്ടിയിരുന്നു. ഒരിക്കലും ഈ നിസ്സാരമായ ചരടാണ് അവന്റെ ഈ ശക്തികളെ ഉപയോഗശൂന്യമാക്കി വെച്ചിരിക്കുന്നതെന്ന് ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ ചരട് കെട്ടിയിരിക്കുന്നതിനാൽ ശുക്ലപക്ഷ പൗർണമിയുടെ ശക്തി ഋഷിയിൽ ഏൽക്കുകയുമില്ല. അങ്ങനെ അന്നത്തെ ദിവസം അസ്തമിച്ചു. നേരം വെളുത്തതും അവസാന പോരാട്ടത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. മേഘയും മാന്യതയും പ്രതയും ഋഷിയും യാഷുമെല്ലാം കടൽ തീരത്തേക്ക് നടന്നു. കടൽ തീരത്തെത്തിയതും പ്രത മേഘയോടായി ചോദിച്ചു, എന്തിനാ അമ്മേ നമ്മൾ ഇവിടേക്ക് വന്നത്? സീമയും മെഹക്കും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണോ? അല്ല മോളെ, ഈ കടൽ തീരം ഒന്ന് അവസാനമായി കാണാനാണ്. അവസാനമായോ? അതെ മോളെ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഈ യുദ്ധം നമ്മൾ ജയിക്കുന്നതായും ഇന്ദ്രനീലം ഇന്ദ്രദേവനിൽ നമ്മൾ സമർപ്പിക്കുന്നതുമായുമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. പക്ഷേ എന്താ അമ്മേ അത് മോളെ? ആ സ്വപ്നത്തിന്റെ അവസാനത്തിൽ എന്റെ അരികിലേക്ക് വരാൻ നിനക്ക് സമയമായി എന്ന് നിന്റെ അച്ഛൻ എന്റെ മഹിയേട്ടൻ എന്നോട് പറഞ്ഞു മോളെ. മഹിയേട്ടന്റെ ആ വാക്കുകൾ എനിക്ക് നിസ്സാരമായി തോന്നുന്നില്ല. ഒരുപക്ഷെ നമ്മളെ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ പലരുടെയും ജീവൻ പൊലിഞ്ഞേക്കാം. അതിൽ എന്റെ ജീവൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് മോളെ. അതിനാൽ ഈ കടൽ ഒരിക്കൽ കൂടി കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ, നീ എന്നും സന്തോഷമായിരിക്കണം. ഒരിക്കലും നീ വിഷമിക്കരുത്. നിനക്കും നിന്റെ ഋഷിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഇന്ദ്രദേവൻ നൽകട്ടെ. ഇത്രയും പറഞ്ഞ് പ്രതയുടെ കൈ പിടിച്ച് മേഘ ഋഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇല്ല അമ്മേ, അമ്മ ഒരിടത്തേക്കും പോകില്ല. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും. പ്രതികാരം നമ്മൾ നിറവേറ്റും. അത് ഒരാളുടെ പോലും ജീവൻ പൊലിയാതെയായിരിക്കും. അത് ഈ പ്രതയുടെ വാക്കാണമ്മേ. മേഘ പെട്ടെന്ന് പ്രതയെ കെട്ടിപ്പിടിച്ചു. ഇല്ല മോളെ, ഇത് ദൈവനിശ്ചയമാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം, ഞാനും മാന്യതയുമൊക്കെ ഈ യുദ്ധത്തിൽ ഒരുപക്ഷെ മരിച്ചു വീണേക്കാം. പക്ഷേ നിങ്ങൾ തളരരുത്. നമ്മുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ നമ്മുടെ ചിതകൾ കത്തിയെരിയുമ്പോൾ ആ സമയം സീമയുടെയും മേഘന്റെയും ചിതയും കത്തിയിരിക്കണം. പെട്ടെന്ന് മാന്യത പറഞ്ഞു, അതെ, മേഘ പറഞ്ഞതാണ് ശരി. ഞാനും മേഘയുമൊക്കെ മരിച്ചു വീണാലും പതരരുത് നിങ്ങൾ. 10 ഇരട്ടി കരുത്തോടെ പൊരുതണം നിങ്ങൾ. ഇത്രയും പറഞ്ഞ് മാന്യതയും മേഘയും കൈകൾ ഋഷിയുടെയും പ്രതയുടെയും നേരെ നീട്ടി. ഋഷിയും പ്രതയും ഒപ്പം യാഷും അവരുടെ കൈകൾക്ക് മുകളിലായി കൈകൾ വെച്ചു. ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു, ഈ യുദ്ധം നമ്മൾ വിജയിക്കും. അവർ 5 പേരും കടൽ തീരത്ത് നിന്നും കാട്ടിലേക്ക് നടന്നു. മോളെ, ആ സീമ എന്റെ ദൃഷ്ടി പതിയാത്ത എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ അവളെ നശിപ്പിച്ചിരിക്കും. മേഘ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ ജ്ഞാനദൃഷ്ടിയിൽ സീമയെ തിരഞ്ഞു. ഇല്ല, അവൾ ഇവിടെ എങ്ങുമില്ല. എന്തായാലും ഇന്ന് ഇന്ദ്രനീല പൂജ നടത്താൻ അവൾ തീർച്ചയായും മറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് പുറത്തു വരും. അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ ഈ കാട്ടിൽ 2 ഭാഗത്തായി തിരയണം. ഞാനും മാന്യതയും യാഷും കിഴക്കോട്ടും, നിങ്ങൾ 2 പേരും പടിഞ്ഞാറൻ ഭാഗത്തേക്കും പോകണം. പെട്ടെന്ന് കൊടുങ്കാറ്റും മഴയും തകൃതിയായി ആരംഭിച്ചു. അന്തരീക്ഷത്തിലാകെ പുകപടലം കൊണ്ട് നിറഞ്ഞു. അമ്മേ, എന്താ ഇത്? മോളെ,
ഇതിനർത്ഥം മത്സ്യലോകത്ത് നിന്നും ആരോ വരുന്നുണ്ടെന്നാണ്. ഏതോ ഒരു ശത്രു അല്ലെങ്കിൽ ഒരു മിത്രം. മേഘ ഇത്രയും പറഞ്ഞതും കൊടുങ്കാറ്റ് വീശുന്ന ആ സമയത്ത് ദൂരെ നിന്നും ഒരു ശബ്ദം കേട്ടു. കിഴക്കോട്ട് പോകാൻ 3 പേരുണ്ട്, പടിഞ്ഞാറോട്ട് പോകാൻ ഞാനും കൂടി ചേർന്നാൽ 3 ആകും. എന്താ മേഘ? പെട്ടെന്ന് അന്തരീക്ഷത്തിലെ കൊടുങ്കാറ്റ് നിന്നു. മഴയും തോർന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വന്നു. മേഘ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ലയയായിരുന്നു, മേഘയുടെ സഹോദരി. മരിച്ചുപോയ മേഘയുടെ സഹോദരി. ലയയെ കണ്ടതും മേഘ ഞെട്ടിത്തരിച്ചു. ലയ ചേച്ചി? ചേച്ചിയോ? ഇനി മത്സ്യറാണിയുടെ പ്രതികാര കഥയിൽ അവസാന 4 എപ്പിസോഡുകൾ കൂടി മാത്രം. മറക്കാതെ കാണുക നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റ്.